നമ്മളെ മക്കൾക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ് അടിപൊളി വാളന്. എന്റെ മോനെ ഒരു അടിപൊളി സൂപ്പർ യോ പറയടാ. എടാ പൊളിച്ചില്ലേ? സൂപ്പർടാ സൂപ്പർ. കിട്ടിയടാ കിട്ടേ. ഇഷാന് കിട്ടേ. ഫിലോപ്പി അല്ലേ സാധനം? എന്റെ മോനെ പൊളിച്ചടാ. ഇതെന്താ സാധനം? ആ നൈസ് കുഞ്ഞാ. കിട്ടിയടേ കിട്ടേ. അവിടെ അമ്രൂനും അടുത്ത മീനിനെ കിട്ടിയിരിക്കുകയാണ്. നോക്കടാ വാളനെ കിട്ടിയ. നോക്കടാ പൊന്നെ. നോക്കടാ അവിടെ മുത്തുമണിയെ മീനുണ്ട് കേട്ടോ. വലിയ വലിയ മീനുണ്ട് സാധനം. അയ്യവാ ചൂണ്ടിടുന്നുണ്ട് ഫുൾ ഫാമിലി. ഹായ് പറഞ്ഞ എല്ലാരും ഒരു ഹായ്. സുഹൃത്തുക്കളെ ഇന്ന് നമ്മളുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി കല്ലുവയൽ. നിങ്ങൾ എഴുതി വെച്ചാണ്ടില്ല ഇവിടെ കുളങ്ങളിലെ ശുദ്ധജല മത്സ്യ പ്ലങ്കേഷൻ ഇൻ പോണ്ട് പേര് കുളത്തിൻ്റെ വിസ്തീർണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുവയലിലാണ് സംഭവം. സുൽത്താൻ ബത്തേരി പിന്നെ ചുള്ളിയോട് റോഡിൽ കല്ലുവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല ആംബിയൻസ്, നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിട്ടിട്ട് മീൻ പിടിക്കാം. ചൂണ്ടിട്ട് മീൻ പിടിക്കുക. എന്നിട്ട് ഇവിടുന്ന് തന്നെ നമുക്കത് ഫ്രൈ ചെയ്ത് തരുന്ന പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നോക്ക് ആകാശമൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. ഫുള്ള് പച്ചപ്പും വയലുകളും മലകളും. അവിടെ മല നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണ്. ഇവിടെ കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്നാണ് നമ്മൾ ചൂണ്ടിട്ടിട്ട് മീനൊക്കെ പിടിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ട് എത്തിയിട്ട് മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വരുന്ന വഴിക്ക് തന്നെ മക്കൾക്ക് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ടോ. അതൊക്കെ നൈസായിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടാൻ പറ്റിയിട്ടുള്ള ഊഞ്ഞാലകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുളമുണ്ട്. ഇവിടേക്ക് വന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇവിടേക്ക് ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ അതാ കുഞ്ഞിപ്പെണ്ണും സുൽഫിയും ആമ്പറും ഒക്കെ ഹിനൂട്ടനും അവിടെ ഇരുന്നിട്ട് ഒരു ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ അതാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് മീനുകൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതാ ഉമ്മച്ചിയും കുഞ്ഞോളും ഉണ്ട്. നോക്ക് നല്ല ഭംഗിയില്ല. ഇതിലും ഫിഷിന് തീറ്റ കൊടുക്കുന്ന സ്ഥലം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടടി. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്വർഗം ഫിഷ് ലാൻഡ് വയനാട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ആംബിയൻസ്. നമ്മൾ വൈകുന്നേരങ്ങളിലും ഇപ്പം നല്ല ക്ലൈമറ്റ് ആണല്ലോ. ഈ സമയത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. ഇതവിടെ പൊന്നുമ്മച്ചി ഇതവിടെ ഇരിക്കുന്നു. അമ്മച്ചിക്ക് ഇതിനെപ്പറ്റി അമ്മച്ചിൻ്റെ ഒരു അഭിപ്രായം എന്താ? നല്ലൊരു ക്ലൈമറ്റ് അല്ലേ? ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിഷ് പൊള്ളിച്ചൊക്കെ കിട്ടൂടി. ഇവിടെ മീനൊക്കെ പിടിച്ചിട്ട് നമുക്ക് പൊള്ളിച്ച് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ഉണ്ട് കേട്ടോ. അതവിടെ ഊഞ്ഞാല ആടുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണൊക്കെ സംഭവം നല്ല രസമുണ്ട്. ഉമ്മച്ചി ഇത് കുളത്തിൻ്റെ നടുക്കാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ എഴുതിയുണ്ടോ സ്വർഗം ഫിഷ് ലാൻഡ്. ഉമ്മച്ചി ഇത് അവിടെ ഇതൊരു ഇതാണ് എന്തെന്നാ ഇതിന് പറയാടി? ഒരു പില്ലർ വിശ്രമ കേന്ദ്രം. നൈസിതാ എൻ്റെ മുത്തുമണി ഡാഡി അവിടുന്ന് നടന്നു വരുന്നുണ്ട്. ഇനൂട്ടനോ ആട്. ഇതാ കുക്കുടുമണി കുഞ്ഞ്. എന്താണ് കുഞ്ഞ് ഇങ്ങോട്ട് ഒരു ഹായ് പറയേ. ഒരു ഹായ് പറയുന്ന മുട്ടായി. ഇതാ ഇവിടെ ഊഞ്ഞാലാടാ. ഇതാ ഇവിടെ മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു കൊള്ളാണ് കേട്ടോ. ഇതിൽ താറാവുകളും നിറച്ച് മീനുകളാണോ എന്നറിയില്ല. ഇല്ലെന്തോ കളിക്കുന്നുണ്ട്. മീനുകൾ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ള നല്ലൊരു ഉഷാർ ഏരിയ കേട്ടോ. ഇതിൻ്റെ പേര് സ്വർഗം ഫിഷ് ലാൻഡ് എന്നാണ്. ഉണ്ടോ ഇവിടെ ഒരു ഹോട്ടൽ സംഭവങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഇതൊക്കെ ഇതാണ് സ്വർഗം ഫിഷ് ലാൻഡ്. സംഭവം നൈസല്ലേ? സ്വർഗം ഫിഷ് ലാൻഡ് സെറ്റ്. വാപ്പച്ച് വണ്ടി അവിടെ സൈഡാക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടോ. ഇത് കല്ലുവയലല്ലേ വായിച്ച കറക്റ്റ് സ്ഥലം? കല്ലുവയലല്ല, ഇത് മൈതാനിക്കുന്ന്. കല്ലുവയലിന്റെ മൈതാനിക്കുന്നിന്റെ ഇടയിലാണ്. കല്ലുവയലിന്റെ മൈതാനിക്കുന്നിന്റെ ഇടയിലാണെന്നാണ് പറയുന്നത്. യെസ്, എന്താ പറയാനുള്ളത്? ചൂണ്ട മേടിക്കണം എന്നാണ് ഇവിടെ പൊന്നമ്പളിക്കൂടം പറയുന്നത്. അവിടെ സൂര്യൻ അസ്തമിക്കാൻ വേമ്പി നിൽക്കുന്നു. ആണ് നമ്മളുടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന സ്ഥലം. ഇവിടെ മക്കളെടാ നിങ്ങൾക്ക് എന്താ കിട്ടിയടാ? ഒന്നും കിട്ടിയില്ല? നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയോ എന്താ എര ഉണ്ടില്ലേ? എരയല്ലേ? ഇതെന്താ സാധനം? എന്താ നമ്മളുടെ ബ്രോ, എന്താ പേരെന്താ?
ആഷിഖ് ബ്രോ അവിടെ ഞാൻ വീണാണ്. ആഷിഖ് ബ്രോ അവിടെ ഏറെ പോവുകയാണ് ഗൈസ്. ഒരു 5 കിലോനുള്ള മീനെങ്കിലും പിടിക്കണമെന്ന വളരെ ശക്തമായിട്ടുള്ള ഉദ്യമത്തിലാണ്. മറ്റേ ഇത് താറാവിനെ പിടിക്കരുത്, താറാവാണടാ. കൊത്തുന്നുണ്ടാ? കൊത്തുന്നില്ല? ഇതാണ് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. പിന്നെ ഇതിൻ്റെ മേലെ കയറി ഇങ്ങനെ നിൽക്കാം. സംഭവം അടിപൊളി ഒരു സ്ഥലം അല്ലേ? അടിപൊളി നൈസ്ലി സ്വർഗം ഫിഷ് ലാൻഡ്. നമ്മളെങ്ങനെ അറിയോ, ഇങ്ങനെ ഒരു നുള്ളെടുക്കും. കണ്ടോ കണ്ടോ, അങ്ങോട്ട് നോക്കാം ബ്രോ. ഇങ്ങനെ ഒന്നെടുക്കും. എന്നിട്ട് ഇതുമ്മ ഇങ്ങനെ കുളത്തി വെക്കും. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. എന്നിട്ട് നമ്മള് ഇതിലേക്ക് വീണുണ്ടോ, ഇതിങ്ങനെ ഇട്ടും ഇട്ടിട്ട് ആ പച്ച സാധനല്ലേ, ആ പച്ച സാധനത്തിലേക്ക് ഇങ്ങനെ നോക്കി വെക്കും. അപ്പം നമ്മളെ ചൂണ്ട മീൻ കൊത്തുകയാണെങ്കിൽ, മീൻ കടിക്കുകയാണെങ്കിൽ ആ പച്ച സാധനം ഇങ്ങനെ ഇളകും, മുന്നോട്ട് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വലി വലിക്കുക കേട്ടോ. ആണോ? ആ പച്ച അപ്പോൾ മീൻ തീറ്റ എടുക്കുന്നതാണ്. വലിച്ചങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളിങ്ങോട്ട് പൊക്കുക. നിങ്ങളിവിടെ ശക്തമായ മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പേരെന്തേനോ? ഫൈസൽ. നമ്മുടെ ഫൈസൽ ബ്രോ അവിടെ മക്കൾക്ക് എങ്ങനെയാണ് ചൂണ്ട കോർക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്പ്രോ എങ്ങനെയുണ്ട്? നൈസലടാ. ഇത് ഇപ്പൊ തീറ്റ തീർന്നു, മീൻ തീറ്റ എടുത്ത് പോയി. ഗൈസ്, നമ്മളിവിടെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏറ് ചൂണ്ട എങ്ങനെ എറിയുന്നു എന്നുള്ളതാണ്. അത് ഇങ്ങോട്ട് നോക്കിക്കോ കുഞ്ഞോ, അതാ ഇവിടുന്ന് നമ്മള് ഏറ് ചൂണ്ട എറിയുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഉണ്ടോ, നൈസായിട്ട് അവിടെ പോയി വീണ്. ഇതിൽ വാളയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ ഗായ്സ്. സത്യം പറഞ്ഞ ഒരു സ്വർഗം തന്നെയാണ് കേട്ടോ. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടാവും. ഇവിടെ വന്നാൽ മീൻ പിടിക്കുക, ഇവിടെ ഫിഷ് തന്നെ ഇവിടുന്ന് ഫിഷ് നമുക്ക് ഫ്രൈ ആക്കി തരും. സംഭവം അടിപൊളി ആംബിയൻസ്, നല്ല സൂപ്പർ സ്ഥലമാണ്. ചുറ്റും മലകളും പിന്നെ തെങ്ങിൻ തോപ്പുകളും കവുങ്ങിൻ തോപ്പുകളും ഉള്ള നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. എല്ലാവരും പോയി നമ്മളെ സ്വർഗം ചുള്ളിയോട് റോഡിൽ കല്ലുവയലൊക്കെ നല്ല രസമല്ലേ ഗൈസ്. ഇതവിടെ ഇഷാൻ വ്ളോഗ്സ് ചൂണ്ടിട്ട് 2-3 മീനിനെ കിട്ടിയതാ. ഇവിടെ ഇഷാൻ വ്ളോഗ് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ ആംബ്രോ ചൂണ്ടിട്ട് ഒരു മീനിനെ കിട്ടി. ഇതാ ഇമ്മച്ചിക്ക് ഇതാ ഇവിടെ ഒരു മീൻ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. സംഭവം സെറ്റ് പൊളി വൈബോസ്കി. എങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഫുള്ള് നല്ല അടിപൊളി വൈബ് സ്ഥലം കേട്ടോ. എല്ലാവരും പോരിട്ടോ, മറക്കണ്ട. സ്വർഗം ഫിഷ് ലാൻഡ് കല്ലുവയൽ. മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല അടിപൊളി വൈബ് സ്പോട്ടാണ്. ആമ്പറ ഇവിടെ നോക്കടാ, ഇവിടെ ഒന്ന് കിട്ടിയ നമ്മക്ക്. ചെറുതാ വാളയല്ലേ? നോക്കടാ, വാളനെ കിട്ടിയ നോക്കടാ പൊന്നെ. നോക്കടാ അവിടെ മുത്തുമണിയെ മീനുണ്ട് കേട്ടോ, വലിയ വലിയ മീനുണ്ട് സാധനം. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ സ്വർഗം ഫിഷ് ലാൻഡ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ കുളത്തിൽ 2-3 കുളമുണ്ട്. ഇതില്ലാത്ത മീനുകളൊന്നുമില്ല. മക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവും. അവിടെ നിന്ന് തന്നെ നമ്മൾ ഫിഷൊക്കെ പൊള്ളിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിപൊളി സംഭവമാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ആംബിയൻസും സംഭവം സെറ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി. നേരെ പോരെ സ്വർഗം ഫിഷ് ലാൻഡിലേക്ക്.